ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഫുട്ബോൾ കളിക്കാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഒരാൾ പുതിയ ഇവൻ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്തോ റാഫിനൊക്കെ കിട്ടണേ, തൊട്ടി റാഫിനൊക്കെ കിട്ടണേ, എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് ഇനി വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ നമ്മുടെ പുതിയ പ്ലെയറിനൊക്കെ കിട്ടാം. അതൊക്കെ ഭയങ്കര പാടൊക്കെ പുതിയ മാനേജറൊക്കെ എടുക്കണമെന്നുണ്ട്. എൻ്റെ ടീമൊന്നും നിങ്ങൾ കണ്ടില്ലല്ല, കുറച്ച് കൂട്ടി കഴിച്ചിട്ടെല്ലാം എല്ലാം കൂട്ടി, കുറച്ചല്ല എല്ലാം കൂട്ടി. നമുക്ക് ഗെയിം പ്ലാൻ കുറച്ച് അധികം ആക്കണം. കൺഫ്യൂം പിടിക്കാലോ, ഓക്കെയാണോ അതോ മാറ്റണോ? പറ്റൂല. ആ ചെക്കനടുത്ത് വിർഗിൽ അവനെ നടത്തിട്ട് 6 അവനാ. അതിന് തന്നെ കുറച്ചുകൂടി താഴത്തെടുക്കുക. ഇനി വിർഗിൽ കുറച്ച് മേളിലോട്ട്. ആയി അടാ, ഒരു രസമില്ല കാണാൻ, എന്തോ പോലെ. 2 ഡിഫൻഡർ ഇങ്ങനെയൊക്കെ. അല്ല വെയിറ്റ്, ഒരു മിഡ്ഫീൽഡറിനും കൂടി ഉണ്ട്. ടി അലക്സാണ്ടർ മിഡ്ഫീൽഡറാണോ? ആയിരിക്കൂലേ. ഐ ഡി ടി എല്ലാവരും താഴത്താക്കിയേ അവനെ ആ സൈഡിലേക്ക് ഇടുക. താഴത്തേക്ക് ഇപ്പം താഴത്തേക്ക് കളാ. പറ്റൂലേ, എന്നാൽ എഡ്വാറോനെ കുറിച്ച് കയറ്റിടുക. അപ്പം അതാണ് നമ്മുടെ ബെറ്റർ. നേരത്തെ എൻ്റെ ഈ ക്യാമറയുടെ കൂടെ എന്തോ വന്നത്, അത് നിങ്ങൾ ഇന്നാകണ്ട. ഇനി നമുക്ക് എന്താ ഗൈസ്, എന്നൊരു ചാലഞ്ച് കൂടിയാണ് എടുക്കാൻ വന്നേക്കണേ. നമ്മുടെ പെനാൽറ്റി ബോക്സില്ലേ, ആ സ്ഥലത്ത് നിന്ന് പുറത്തുനിന്ന് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് PvP എടുക്കാം. ഡിവിഷൻ 10 ആണ് PvP. ഓ 3029 വേഴ്സസ് 2450. ഇപ്പൊ പൊട്ടിച്ചിട്ടാണ് ചില. ഇതൊക്കെ ഈസി അല്ലേ? നമ്മുടെ എല്ലാം ഓക്കെ അല്ലേ? ഗെയിം പ്ലാൻ തന്നെ പോലില്ലേ? ഇപ്പം എല്ലാം ഓക്കെ ആയില്ലേ? നല്ല രസമുണ്ട്, അഴകുണ്ട് കാണാൻ. നമ്മുടെ കുറച്ച് ആൾക്കാരൊക്കെ നോക്കണം പോരെ. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മുടെ കോച്ച് ലൂസർ. നമുക്ക് പുതിയ മാനേജർ ഓടിക്കണം. 750 കോയിനെ കൊടുക്കണം. നല്ല റേറ്റിംഗ് എല്ലാത്തിനും. ഫുട്ബോൾ തുടങ്ങി എത്രയും പെട്ടെന്ന് ചത്ത് മാറ്റുണ്ടാവും. അടച്ചുമഗ് ഹാരിക്കാൻ ജോസ്കോ ഗവർഡിയോ. അവര് ചത്ത് കളിയല്ല, പിടിക്ക്. ഗൊമ്മാനെ ടി അലക്സാണ്ടർ. ഓടാ, റെയിൻബോ ഇല്ല. ഇനി ഹാരിക്കാൻ്റെ റെയിൻബോ കണ്ടിട്ടില്ലല്ലോ. ഹാരിക്കാൻ്റെ റെയിൻബോ ഇപ്പൊ കാണിച്ചുതരാം. കൂൾ സാധനം. അവിടെ നിന്നടി ലയണൽ മെസ്സി. അയ്യോ, അത് ഗോളല്ലേ, കൂട്ടണ്ട. പാരഡോക്സിന്റെ പുറത്തുനിന്ന് അടിച്ചേ, ഞാൻ കുറച്ച് കയറിപ്പോയി. ഇത് കുറച്ച് ഇങ്ങനെ ആക്കാല്ലേ. സെറ്റടാ മുത്ത. അയ്യോ, കോർണർ. അവിടേക്ക് പാസ് കൊടുക്കാൻ ഡേഞ്ചർ ആയിരിക്കുമോ? അല്ലല്ല, എഡ്വാറൊക്കെ ഭയങ്കര ഒരു ഗോൾ അടിച്ചാൽ മതിയായിരുന്നു. പഠിച്ചോനെ, സ്മൂത്ത് സെലിബ്രേഷൻ. നമ്മുടെ റോക്കറ്റൊക്കെ അടിച്ചാൽ സെലിബ്രേഷൻ ഇട്ടില്ലെങ്കിൽ നാണക്കേടല്ലേ? അത് റീപ്ലേ കാട്ടാ. ഏതാ സാധനം? ഗോമാരെ സെറ്റ് സാധനം. നമ്മളെ റോക്കറ്റ് അല്ലേ നമ്മളടിച്ചേ. അയ്യോയ്യോ, ഗോളിയുടെ ഓരോരോ അവസ്ഥ അല്ലേ. ഗോളി പിടിക്കേണ്ട സാധനം ഇപ്പം പോയെ എന്ന് പറഞ്ഞു. അത്ര ഉള്ളു കമയിങ്ക. ഒരു ഹാഫ് ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഹാഫല്ല, ഒരു കുറച്ചേരൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സൺ ഹ്യൂങ്ങിനെ ഇറക്കാം കേട്ടോ. 94 എന്തൊക്കെയോ ഒരു ശബ്ദമൊക്കെ വരുന്നില്ല. അതാരാ? അലക്സാണ്ടർ അല്ലേ അത്? നമ്മുടെ ഏദൻ ഹാസറിനെ കൊണ്ടൊരു ഗോൾ അടിക്കണമെന്നുണ്ട് നമുക്ക്. നോക്കാം, അത് ആഗ്രഹം സാധിക്കുമോ നോക്കാം. അവിടെ നിന്ന് കുത്തിക്കോ, കുത്തറ പൊട്ട. ബാറല്ലേ മുത്തേ, ബാറ്. എൻ്റെ ബ്രോ, അതൊക്കെ കാണണം നിങ്ങൾ. ലക്കില്ല.
ഏതിൻ്റെ ഹസറിനെ പേടിക്കണ്ട, നമ്മളെ മാച്ച് ജയിക്കും, വലിയ മുടി മൊട്ടടിക്കും, അത്രേ ഉള്ളൂ. ഡൊനാറുമയല്ല മുത്തേ. ആ ഹാരിക്കാൻ പിടിച്ചോ. എല്ലാ മാച്ചിലും വിർഗിൽ വാൻഡിച്ചിക്ക് എല്ലാവരും സെറ്റ് കളിയാ. കുത്ത്. ഔ ഇവരുടെയിലുണ്ടോ സൺഹ്യൂങ്? നമ്മുടെ അങ്കർ മെസ്സി, ലയണൽ. ഒരാഴ്ചയോടെ ഏതിൻ്റെ ഹാസറിന് പാസ് കൊടുത്താലാ? ഏതിൻ്റെ ഹാസർ അത് ബാറിൽ പോയതല്ല, ഒരു ചാൻസ് കൂടി കൊടുത്തേക്കാം. കുത്ത്, അവിടെയെന്ന് കുത്ത്. നമ്മൾ സ്കില്ലാണ് ചെന്ന് പതിയാണ് കുത്തേ പോണേ. കുത്തിക്കോ, ഏതിൻ്റെ ഹാസർ കുത്തിക്കോ. ഓടോ ഗൈസ്, ചിലപ്പോൾ എൻ്റെ മേളിലായിട്ട് കുറച്ച് വാട്സപ്പിന് ചെല്ലുകളൊക്കെ കാട്ട്. അതിന് എൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേക്കാണ്. നമ്മുടെ കുടുങ്ങിയല്ലോ സുബാനെ. ഒരു സ്പ്രിൻ്റ് അടിച്ചു പോകും, തീരെ ഇഷ്ടമില്ല. എംബാപ്പയുടെ നിന്ന് എടുക്കാൻ ഈസിയാണ്, അത്രേ ഉള്ളൂ. അലക്സാണ്ടർ പാസ് കൊടുക്കും മുത്തേ. ഒറ്റ കയറിപ്പോള്ള പരിപാടിയല്ലേ ഇത്. ഹാക്കിങ് കണ്ട മുത്തേ. അറിയുമ്പോൾ കിഡില്ലായിരുന്നു, ഒന്നും അറിയില്ല. എംബാപ്പിയുടെ ഓറ നിങ്ങൾക്ക് കാണണം, എംബാപ്പിയുടെ ഓറ നിങ്ങൾക്ക് കാണണം. ഇപ്പം കാണിച്ചാൽ നമ്മൾ പുറകിലോട്ട് ഇറങ്ങി. അങ്ങനെ തന്നെ കുത്തിക്കോ. ചമ്മിയല്ലോ സുബാനെ, നമുക്കതൊന്നും കണ്ട. ഇതൊക്കെ ലക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ല, എന്താ പറയപ്പ. വിർഗിൽ, നമ്മുടെ വിർഗിലുട്ടി. എനിക്കിന് വേണ്ട. നമ്മുടെ ലയണൽ മെസ്സി. അവിടെ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി. ഓഫ് സൈഡ് കണ്ടുപിടിച്ചില്ല. അടകൊമ്മാലെ എന്ത് ഇരിക്കണം. സെറ്റ് നോക്കിക്കോ. അടകൊമ്മാലെ ഒരു തൂക്കി ചുവന്ന കളറുകൾ പോലെ തൂക്കി ചുവന്ന കരങ്ങളോട്. അവൻ്റെ കമാവിങ്ക എടുവാറ കമാവിങ്കാവോ ജൂഡ് ബെലിങ്കാമോ വിനീഷോ ഹാരിക്കാന്. എടാ അത് കുറച്ച് കൂടുതലല്ലേ മുത്തേ. വിർഗിൽ ഡിഫൻഡറൊക്കെയാണ് മുത്തേ കയറിപ്പോണേ. എടു ഫസ്റ്റ് ഹാഫ് 1-0 അല്ല മുത്തേ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ അങ്ങനെയാണ് നമ്മൾ 3 ഗോൾ അടിച്ചിട്ടാ പോകണുള്ളൂ. ഗെയിം പ്ലാൻ എന്തെങ്കിലും ചെയ്യണോ? ഇപ്പം എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. നീ ആ ഗെയിം പ്ലാൻ എടുക്കാം. അതിനകത്ത് എന്തെങ്കിലും കുരുക്കുരൊക്കെ കാത്തി വെക്കാം. ഇവിടെ ലൈഫ് പറഞ്ഞ ഏതിനാതിരല്ലേ ഉള്ളൂ. കുറച്ച് ലൈഫ് ഓർ വേദനാതിര മാത്രമേ ഉള്ളൂ. ആരോ വരുന്നുണ്ട്. ബാക്കിയൊക്കെ എല്ലാം ഓക്കെയാ. ഇനി എന്താ ഉള്ളേ? ഏതിനാസിൻ്റെ SS ഒന്നും ഇല്ല, ആ പ്രശ്നം. എതിർ ടീമൊക്കെ നൂവാ. ദേ കിടക്കണ എൻസോ ഫെർണാണ്ടസ്, അവനെ കയറ്റി കളിപ്പിച്ചൂടെ? നമ്മളല്ലേ ഇപ്പൊ പ്രോ. ജൂഡ് ബാലിംഗം. ഇപ്പൊ പാട്ടടി ഊമ്പി പോയാൻ മുത്തേ. ഓടാ എംബാപ്പി. നമ്മളെ ഏദൻ ഹാസറിനെ എംബാപ്പിനെ കൊണ്ടൊരു ഗോൾ അടിക്കും. പറ്റുകയാണെങ്കിൽ സൺഹ്യൂങ്ങിനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ സൺഹ്യൂങ്ങിനെ ഇറക്കാല. ജൂഡ് ബാലിംഗം. എൻസോ ഫെർണാണ്ടസ്. വാട്ട് ആൻ എൻജിൻ. അത്രേ ഉള്ളൂ നമ്മുടെ എൻജിൻ. ഇത് കാർ എൻജിനാവാൻ. ഇവർക്കൊക്കെ എങ്ങനെയാണ് ബാക്ക് അടിക്കാൻ പറ്റണ? ഹാരിക്കാൻ. ഏദൻ ഹാസറിനെ കൊണ്ട് അടുത്ത ഗോള് നോക്കാട്ടെ. ഇത് പറ്റുമോ നോക്കാം നമുക്ക്. സ്മൂത്ത് അമൂല്യ. സെലിബ്രേഷൻ ഒന്നും പറയില്ല. അത് ഒരു ദിവസം റീപ്ലേ ആക്കിയാലാ കിട്ടില്ല മുത്തേ. ഇപ്പം ആ ചെക്കൻ നമ്മുടെ ക്യാമറയിൽ ഒന്ന് ചവിട്ടിയേനെ. സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് മുത്തേ സ്മൂത്ത് സാധനം. ആ ബാർമ മുട്ടെന്ന് പ്രതീക്ഷിച്ച സ്മൂത്ത് സാധനം. 2 ഗോൾ അടിച്ച്. ഏതിന് ഹസറിനെ കൊണ്ട് ഒരു ഗോൾ അടിച്ചിട്ടാ. ഹാസിഡ് ഹാരിക്കാനുട്ടി. അടകൊമ്മാലെ അത്രേ ഉള്ളു മുത്ത സാധനം. കമാവിങ്കാവോ ജൂഡ് ബെലി. നമ്മളെ മറ്റേ സാധനം ചെയ്യണ്ടേ? വെയിറ്റ്. 101 ആദറിന് ഭയങ്കര കുറവാ. സൺഹ്യൂങ്ങിനെ പറ്റും. കൊച്ച് കേറ്റ് എടുത്തു.
കിലിയൻ എംബാപ്പേനെ സൈഡിലോട്ടാക്കാം. ഇനി സൺ ഹ്യൂങ്ങിനെ കൊണ്ടൊരു ഗോൾ അടിക്കും. ലൈഫ് ഏതിനാസലാ ഈ പൊട്ടനെ മാറ്റിയതല്ലേ നമ്മള്. വെയിറ്റ് എ മിനിറ്റ് പോസ് ആക്കണ്ട, വെയിറ്റ് ചെയ്യും. ഇനി പോസ് അത് മാർക്കോളാതെ കുഴപ്പമൊന്നുമില്ല. അടുത്ത ഗോൾ അടിക്കുക. ഏതിനാസല അവിടെ പുറത്തോട്ട് ഇറങ്ങി അടി. അടി അടി അടി. സെറ്റ് സാധനം. ഏദൻ ഹാസർഡ് 2 ഗോൾ അടിച്ചു. 2 ഗോൾസ്. ഏദൻ ഹാസർഡിൻ്റെ കിലിയൻ എംബാപ്പെ ഫ്രം ഇന്ത്യ. ജൂഡ് ബെലിംഗാമോ സൺ ഹ്യൂങ്ങിനെ കൊണ്ട് ഒരു ബുള്ളറ്റ് ഷോട്ട് നമ്മൾ അടിപ്പിക്കും. നോക്കോ നിങ്ങൾ. റോക്കറ്റ് അല്ലെങ്കിൽ ബുള്ളറ്റ് എന്തെങ്കിലുമൊക്കെ അടിക്കുക. പേരിനിപ്പോൾ എന്ത് ഗുണം? എംബാപ്പെ സൺ ഹ്യൂങ് എവിടെ പോയി? അതേ കിടക്കണം. അവനക്ക് പാസ് കൊടുക്ക്. സൺ ഹ്യൂങ്ങിൻ്റെ ഒരു റോക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൺ ഹ്യൂങ്ങിൻ്റെ റോക്കറ്റ് ഇതാ കിടക്കണം. അത്ര ഉള്ളു സാധനം. ഇവനെ ഇറക്കിയിട്ട് 2 മിനിറ്റ് പോലും ആയില്ല, ഗോൾ അടിച്ചു. അതാ പറഞ്ഞത്, സൺ ഹ്യൂങ്ങിന് ഒരു പ്രത്യേക കഴിവുണ്ട് ഗോളടിക്കാൻ. വല കീറിപ്പോവും. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഏദൻ ഹാസർഡ് ഗോൾ അടിച്ചാൽ വല കീറിയൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട്. വല കീറിയൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ ആയിപ്പോയി. സൺ ഹ്യൂങ്ങൊക്കെ കിടിലാട്ടോ. ഇപ്പം ലൈഫിലൊക്കെ എന്തിരിക്കണേ പ്ലെയറിൻ്റെ വാല്യൂ 4 ആയി ഇത്രയും പെട്ടെന്ന്. എന്തോ 60-70 കണ്ടായിട്ടുള്ളൂ. ഹാരിക്കാൻ ജൂഡ് ബെലിംഗാം അടകൊമ്മാലെ ഓടാ. സാറില്ല, പുറത്തോട്ടോ. എന്താ ഗോളടിക്കാൻ ഞാൻ പോരെ. അടകൊമ്മാലെ എഡുവാറോ കമാവിങ്കാവോ ജൂഡ് ബെലിംഗാമോ. കിലിയൻ എംബാപ്പയുടെ ലൈഫ് തീരെ കുറവല്ല. കിലിയൻ എംബാപ്പേനെ മാറ്റാം. അവനക്കിപ്പോൾ ആറിനെ ഇറക്കാം? അവനക്ക് പകരം ഫെഡറിക്കോനെ ഇറക്കിയാലാ കിണ്ണ വൈബായിരിക്കും. ഫെഡറിക്കോ വേണോ? എൻ്റെ ലൈഫ് നമ്മളെ ലൈഫല്ല, നമ്മളെ MRF CF ഇവൻ തന്നെ ഇറക്കിയോ. കുറച്ച് അപ്പുറത്തോട്ട് ഇറാ. അത്ര ഉള്ളു സാധനം. ഹാരിക്കാനെ മാറ്റണം. വേണോ? വേണ്ട. ഗൊമ്മാലേ നീ പിടിച്ച് വെക്കടാ. കുത്ത്. നമ്മുടെ എംബാപ്പെ കുത്തും. അടിപൊളി. ഗൊമ്മാലേ ഫയറിംഗ്. അലക്സാണ്ടർ സൺ ഹ്യൂങ് അടുത്ത ഗോൾ അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. സൺ ഹ്യൂങ്ങിനെ കൊണ്ട് ചിലപ്പോഴെങ്കിലേ പറ്റുള്ളൂ. എപ്പോഴും ഗോൾ അടിച്ചെന്ന് പറഞ്ഞാൽ എപ്പോഴും അടിക്കാൻ പറ്റൂലേ. വല കീറി പോകുന്ന കാണാം. കുത്തുമുത്തേ അത് ഗോളാവൂല തോന്നി. അത് ബാക്കിൽ വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഗോളാവൂല. നമ്മൾ ജയിച്ചിട്ടോ. ഈ 4 ഗോള് ബീറ്റ് ബോക്സിൻ്റെ പുറത്തുനിന്ന് അടിച്ചത്. ബീറ്റ് ബോക്സ് ആകുന്ന സാധനം പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തുനിന്ന് അടിച്ചത്. അത്ര ഉള്ളൂ. ഓറ കുത്ത്. സൺ ഹ്യൂങ് പിടിക്കുമുത്തേ. കറുപ്പിനഴുകേ വെളുപ്പിനഴുകേ. കിയാമത്ത് നാൾ അടുത്തു. ജീവിതം അടുത്തു. കുത്ത്. ഈ പൊക്കി പാസ് കൊടുക്കണ ജീവിതത്തിൽ നല്ലതല്ല. അടിപൊളി. കുത്തുമുത്തേ കുത്ത്. അത്ര ഉള്ളൂ മുത്തേ. എൻസോനൊക്കെ മാറ്റേണ്ടി വരും. എല്ലാവരുടെ ലൈഫ് കുറഞ്ഞു തുടങ്ങി. ലൈഫല്ലല്ലേ MRF. മാച്ച് കഴിഞ്ഞ അത്ര ഉള്ളൂ സാധനം. സെറ്റ് സാധനം മുത്തേ. എടുവാറോ കാമാവിങ്കാവോ. സെറ്റ് മാച്ചായിരുന്നില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. സത്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഉമ്മാണ് ഇഷ്ടപ്പെട്ട്. സൺ ഹ്യൂങ്ങിൻ്റെ ഓറ നിങ്ങൾ കാണുന്ന മക്കളെ. അതൊക്കെയാണ് ഒരു ഓറ. സെറ്റ് യോയോ സാധനം അടിച്ച്. ഏതിനകത്ത് 2 ഗോൾ അടിച്ച്. എഡ്വാറോ കാമാവിങ്ക 1 ഗോൾ അടിച്ച്. എല്ലാ മാച്ചും എനിക്ക് ഇഷ്ടമായിട്ടാ. പിന്നെ റെയ്ഹാൻ ഫാരിസിനെ പൊട്ടിച്ച ഇഷ്ടമായില്ല കേട്ടോ. ഫിലിയോർ ഫിയറ അതൊക്കെ നാട്ടുകാർ കേൾക്കും. അപ്പം ഈ മാച്ച് എനിക്ക് ശരിക്കും ഇഷ്ടമായി. ബീറ്റ് ബോക്സിൻ്റെ പുറത്ത് തന്നെ 8 ഗോൾ അടിച്ചു. ഇത് കുഴപ്പമില്ലായിരുന്നല്ലേ. എല്ലാവരും ഡിഫൻസ് ഇത് കുന്തം തേങ്ങ മാങ്ങത്തോലും എല്ലാം ചെയ്യണ്ടായി. അപ്പം സുഹൃത്തുക്കളെ ബായ്, ഞാൻ പോകുന്നു.